പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ക്ഷേമൈശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ സിദ്ദീഖ് മുത്തങ്ങയിൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, നാം എല്ലാവരും നമ്മുടെ മൊബൈലിലെ ആപ്ലിക്കേഷനുകൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. IMO, വാട്സപ്പ്, അതുപോലെ തന്നെ മെസ്സേജ്, ഗാലറി തുടങ്ങി നമുക്ക് ആവശ്യമുള്ള ഫയലുകളൊക്കെ, ഫോൾഡറുകളെല്ലാം, അതല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളെല്ലാം നാം ലോക്ക് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ ലോക്കുകൾ ധാരാളം പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. എന്നാൽ നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ലോക്കുകളെല്ലാം സുരക്ഷിതമാണോ എന്ന ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ പേജ് ലൈക്ക് ചെയ്ത, എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്ത എല്ലാ നല്ല മനസ്സിൻ്റെ ഉടമകൾക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ആപ്ലിക്കേഷനുകൾ ലോക്കാണ്. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ IMO ഒന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് പിൻകോഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് നൽകി ലോക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ വാട്സാപ്പ്, അതും ഞാൻ പാസ്വേഡ് നൽകി ലോക്ക് ചെയ്തതാണ്. നാം എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്. കറക്റ്റ് പാസ്വേഡ് കൊടുത്തെങ്കിലേ അത് ഓപ്പൺ ആവുകയുള്ളൂ. എന്നാൽ മറ്റൊരാളുടെ കയ്യിലേക്ക് നാം മൊബൈൽ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ, അതല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനുകൾ സുരക്ഷിതമായി എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ഈ വീഡിയോ ഒന്ന് കാണുക. ഇതിൽ പാസ്വേഡ് നൽകാതെ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ സെറ്റിംഗ്സ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. മൊബൈലിൽ സെറ്റിംഗ്സ് എന്ന ഭാഗം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിന്നും ആപ്ലിക്കേഷൻ ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നാം ലോക്ക് ചെയ്യാൻ വേണ്ടി, ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ കണ്ടെത്തുക. ഞാൻ ഹെക്സ് ലോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ആപ്സുകൾ ഞാൻ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഹെക്സ് ലോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കാണാം. അതിൽ നിന്ന് ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ഫോഴ്സ് സ്റ്റോപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ നൽകുക. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കാം. വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ നേരത്തെ കണ്ടതുപോലെ പാസ്വേഡ് ചോദിക്കുന്നില്ല. മൈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴും പാസ്വേഡ് ചോദിക്കുന്നില്ല. IMO ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നില്ല. മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോഴും പാസ്വേഡ് ചോദിക്കുന്നില്ല. ഒരു ഫോൾഡറിൻ്റെയും ആപ്ലിക്കേഷൻ്റെയും പാസ്വേഡ് ചോദിക്കുന്നില്ല. കാരണം ആപ്ലിക്കേഷൻ മാനേജർ വഴി ഫോഴ്സ് സ്റ്റോപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് ഓക്കെ ചെയ്തപ്പോൾ എല്ലാ ലോക്കുകളും പൊട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മണ്ടത്തരം നിങ്ങൾ കാണിക്കാൻ പാടില്ല. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, സെറ്റിംഗ്സ് എന്ന ഭാഗം കൂടി നിങ്ങൾ നിർബന്ധമായും ലോക്ക് ചെയ്തിരിക്കണം. സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ ലോക്ക് ചെയ്തിരിക്കണം. ഇതുപോലെ സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ആപ്സുകൾ ലോക്ക് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ എല്ലാ ആപ്സുകളും ലോക്ക് ചെയ്തു, സെറ്റിംഗ്സ് എന്ന ഭാഗം ലോക്ക് ചെയ്യാതിരുന്നാൽ ഇതുപോലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ആപ്ലിക്കേഷൻ മാനേജർ എടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ ലോക്ക് തുറക്കാൻ സാധിക്കും എന്ന കാര്യം ഈ വീഡിയോയിലൂടെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും എന്നും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.